നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ഒരാത്മാവിനെ മഹോന്നതങ്ങളിലേക്ക് ഉയർത്താൻ ആരംഭിക്കുമ്പോൾ നല്ലവനായ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള തീഷ്ണതയേറിയ സ്നേഹം കൊടുത്തുകൊണ്ട് ദൈവം ആ ആത്മാവിനെ അവനുമായി ഐക്യപ്പെടുത്തുന്നു. ഈശോയുമായി കൂടുതൽ ഐക്യപ്പെടാനായിട്ട് അനേകം ക്രൈസ്തവർ മാതാവിനോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ട്. ഈ മരിയൻ പ്രതിഷ്ഠയുടെ ആന്തരിക സത്ത ഈശോയ്ക്ക് വേണ്ടി വേറൊരു മേരിയാകാൻ നിന്നെ സഹായിക്കുക എന്നതാണ്. രക്ഷകന്റെ വിശ്വസ്തനും സ്നേഹവാരിധിയും ആശ്രയിക്കാവുന്ന സുഹൃത്തുമായ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠയും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ജപമാലനാഥയായ സമാധാനരാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ പരിശുദ്ധയമ്മ നമുക്ക് വെളിപ്പെടുത്തി തന്ന നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജന്മദിനം ജാനുവരി 19 ഈ ദിവസം നമുക്ക് നിർമ്മല ഹൃദയ പ്രതിഷ്ഠ നടത്തി യൗസേ പിതാവിനോടുള്ള ഭക്തിയിൽ ആയിരിക്കാം. 33 ദിവസം പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി നമുക്ക് ആയിരിക്കാം. വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഈശോയ്ക്കും മറിയത്തിനും വേണ്ടി മറ്റൊരു ജോസഫ് ആകാൻ നമ്മെ സഹായിക്കുന്നു. അതിനാൽ ഏറ്റവും സ്നേഹത്തോടും തീഷ്ണതയോടും പ്രാർത്ഥനയോടും കൂടി നിർമ്മല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഈ 33 ദിവസം പ്രാർത്ഥനയിലൂടെ കടന്നുപോയി നമ്മൾ ജാനുവരി 19 നമ്മളെ തന്നെ വിശുദ്ധ യൗസേ പിതാവിനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. നമ്മൾ എന്താണോ അതും നമുക്കുള്ളതും അവൻ്റെ കാൽപാദത്തിനടിയിൽ നമുക്ക് സമർപ്പിക്കാം. ആ നിർമ്മല ഹൃദയത്തിൽ പരിശുദ്ധ മറിയവും ഈശോയും ഉണ്ട്. നിർമ്മല ഹൃദയത്തിലൂടെ വിമല ഹൃദയ വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് ആയിരിക്കാം. 1 ദിവസം വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഈശോയ്ക്കും മറിയത്തിനും വേണ്ടി മറ്റൊരു ജോസഫ് ആകാൻ നമ്മെ സഹായിക്കുന്നു. നീ നിന്നെ തന്നെ പൂർണ്ണമായി വിശുദ്ധ യൗസേ പിതാവിനെ ഭരമേൽപ്പിക്കുമ്പോൾ നീ ഈശോയുടെയും മറിയത്തിൻ്റെയും വിശ്വസ്തനും സ്നേഹനിധിയുമായ സുഹൃത്താകും. ഈശോ മാതാപിതാക്കളുടെ കീഴിലായിരുന്നപ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി വളർന്നു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. നിന്നെ തന്നെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ പരിചരണത്തിന് സ്വയം ഭരമേൽപ്പിച്ചാൽ ഇതുപോലെ വളരാൻ നിനക്കും സാധിക്കും. വിശുദ്ധ യൗസേ പിതാവ് ആരാണെന്നും എന്താണെന്നും ആ പേരിൽ നിന്ന് നിനക്ക് ഊഹിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ പിതാവെന്ന് വിശ്വസിക്കപ്പെടുന്നത് പോലെ തന്നെ ആദരിക്കപ്പെടാനും അദ്ദേഹത്തിന് അർഹതയുണ്ട്. ആ പേരിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത് വർദ്ധിക്കുക എന്നാണ്. വിശുദ്ധ യൗസേ പിതാവ് വർദ്ധിപ്പിക്കുന്നവനാണ്. അവന് നിന്നോട് പിതൃസ്നേഹമുള്ളതിനാൽ നിന്റെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും ആത്മീയതയുടെ കൊടുമുടിയിലേക്ക് നിന്നെ കൊണ്ടുപോകാനും അവന് സാധിക്കും. വിശുദ്ധ യൗസേ പിതാവ് നിന്റെ ആത്മീയ പിതാവാണ്. വിശുദ്ധ യൗസേ പിതാവിനെ നിങ്ങൾക്ക് ആത്മീയ പിതാവായിട്ട് തരാൻ കാരണം ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹമാണ്. ഈശോയും മറിയവുമായി അടുക്കുവാനും പുണ്യത്തിൽ വളരാനും ആത്മീയതയുടെ കൊടുമുടി കയറാനും നിങ്ങൾ സന്നദ്ധരാണോ? എന്നാൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ പക്കലേക്ക് പോവുക. നമ്മൾ നമ്മെ തന്നെ വിശുദ്ധ യൗസേ പിതാവിനെ പ്രതിഷ്ഠിക്കുക. നമ്മളെന്താണോ അതും നമുക്കുള്ളതും അവൻ്റെ കാൽപാദത്തിനടിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിനം നിർമ്മല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ നമുക്ക് പ്രതിഷ്ഠിക്കാനായി പ്രാർത്ഥിക്കാം.
എൻ്റെ പിതാവും സംരക്ഷകനുമായവനെ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള എൻ്റെ ഭക്തിയുടെ അടയാളമായി ഇന്നേ ദിവസം എൻ്റെ കണ്ണുകളും കാതുകളും അധരവും ഹൃദയവും യാതൊന്നും മാറ്റിവെക്കാതെ എൻ്റെ മുഴുവൻ വ്യക്തിത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ പിതാവേ, ഞാൻ അങ്ങയുടെ ആയതിനാൽ എന്നെ അങ്ങയുടെ സ്വന്തവും അവകാശവുമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. ആവേ മരിയ, ആവേ ജോസഫ്. കരം പിടിക്കണമേ അപ്പാ, എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അതിജീവനത്തിൻ്റെ നാളുകളിൽ, അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അതിജീവനത്തിൻ്റെ നാളുകളിൽ, അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അവഹേളനത്തിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളരുമ്പോൾ തുണയേകണേ. അവഹേളനത്തിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളരുമ്പോൾ തുണയേകണേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ,